ഹലോ ടാസ്ക് ഫോഴ്സ്. അപ്പം നമുക്ക് ഒരു പേഴ്സണലൈസ് ടാസ്ക് വന്നിട്ടുണ്ട്. പോസ്റ്റർ ഡിസൈനിങ് ടാസ്ക്കാണ്. നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു ഒരു ടാസ്ക് നമുക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം. അതിനുവേണ്ടി നമ്മൾ 2 സ്പെഷ്യൽ ട്രെയിനിങ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻവയുടെ. അപ്പം നമുക്ക് ആ ഒരു ടാസ്ക് നോക്കിയവർക്കറിയാം, അതിൽ നമ്മൾ 2 ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒന്ന് നമ്മൾ ചെയ്യുന്ന പോസ്റ്റർ, രണ്ടാമത് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത പേജ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത പേജിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് നമ്മൾ മൊബൈൽ ഇൻ്റർഫേസിൽ നോക്കുമ്പോൾ അറ്റൻഡൻസിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് അല്ലേ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്ക്രീൻഷോട്ട് വേണം. അതായത് നമ്മളുടെ പേര് കാണണം, നമ്മൾ മാർക്ക് ചെയ്ത ഡേറ്റും അറ്റൻഡൻസും നമ്മൾ കാണണം. അപ്പം നമ്മളതിന് വേണ്ടി നമ്മളുടെ ബ്രൗസറിൻ്റെ മുകളിലത്തെ ഈ 3 ഡോട്ട്, നമ്മുടെ സൈറ്റിൻ്റെ അല്ല, ബ്രൗസറിൻ്റെ മുകളിലത്തെ ഇവിടെ ഈ 18 എന്ന് കാണുന്നതിൻ്റെ സൈഡിലത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളതിൻ്റെ സൈഡിൽ ഒരു ചെക്ക് ബോക്സ് കാണാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ മൊബൈലിൻ്റെ ഇൻ്റർഫേസ് ഡെസ്ക്ടോപ്പിൻ്റെ ഇൻ്റർഫേസ് പോലെ ചേഞ്ച് ആകുന്നത് കാണാൻ പറ്റും. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏപ്രിലെയാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏപ്രിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പം നമുക്കറിയാം, നമുക്ക് 2 ദിവസമാണ് റീസെൻ്റ്ലി സ്പെഷ്യൽ ട്രെയിനിങ് നടന്നത്. ഈ കഴിഞ്ഞ മൺഡേയും അതിന് മുന്നിലത്തെ മൺഡേയും, അതായത് 21നും 28നുമാണ് നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് നടന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്തവർക്കാണ് നമ്മൾ ഈ ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 21ലെ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഡേറ്റും നമ്മൾ മാർക്ക് ചെയ്ത അറ്റൻഡൻസും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ എൻ്റെ പേരും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കാണുന്ന പോലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു, കണ്ടല്ലോ. അപ്പം നമുക്ക് സെക്കൻഡ് ഇനി ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെക്കുക. ആ പോസ്റ്റർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ 2 കാര്യം ചെയ്ത് വെച്ചതിന് ശേഷം, അതായത് അറ്റൻഡൻസിൻ്റെ സ്ക്രീൻഷോട്ടും പോസ്റ്ററും ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ ടാസ്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. അതായത് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ മൈ ടാസ്കിൽ ടാസ്ക് എടുക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ദിവസം കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഡെയിലി ക്വിസ് കാണും. ഇനി ഇവിടെ ടാസ്ക് ആർക്കൊക്കെ കിട്ടിയില്ല എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരിക്കാം. ആ സംശയങ്ങളുള്ള ആളുകൾ നമ്മുടെ മൈ ടാസ്കിൽ ടാസ്ക് എടുത്തിട്ട് ടാസ്കുകളുടെ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് പേഴ്സണലൈസ് ടാസ്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ റൗണ്ടിൽ 1 2 അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എനിക്ക് ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ക്ലിക്ക് ചെയ്തപ്പം എനിക്കിത് നെക്സ്റ്റ് പേജിലേക്ക് വന്നു. നമ്മുടെ ഏത് ടാസ്ക്കാണെന്നുള്ളതും നമ്മളുടെ സമയവും, അതായത് അസൈൻ ചെയ്തിരിക്കുന്ന സമയവും എക്സ്പയറി ഡേറ്റും കാണുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, എന്നാൽ മാർച്ച് 3-ാം തീയതിയാണ് നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ ലാസ്റ്റ് ദിവസം. നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല, അന്ന് എന്തെങ്കിലും ബിസിയാണ്, അന്ന് വരെ ഞാൻ ബിസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റിജക്റ്റ് ചെയ്ത് വിടാനുള്ള ഓപ്ഷനുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് വ്യൂ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം നമുക്കത് വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് വർക്ക് എന്നുള്ളത് കറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി നമ്മളിനി ഇത് എങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്നുള്ളതാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ സബ്മിറ്റ് ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പം നമ്മളുടെ ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ടാസ്ക്കാണ് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് പോസ്റ്റർ ഡിസൈനിങ് ടാസ്ക് ഇത്രയും തന്നെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഗ്ലാപ്പോർഡ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ പോസ്റ്റർ ഡിസൈനിങ് ടാസ്ക് എന്നും കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്കത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തതിൻ്റെയും വേണം, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്ററും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻ്റ് എവിടെയാണോ അവിടേക്കായിരിക്കും പോകുന്നത്. അതായത് നമ്മുടെ ഫോണിൽ ഡോക്യുമെൻറ്റ്സ് കിടക്കുന്ന പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിരുന്ന പോസ്റ്റർ, ഈ ഒരു പോസ്റ്റർ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആഡ് മോർ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പം അവിടെ എനിക്കിനി അറ്റൻഡൻസ് കൂടെ മാർക്ക് ചെയ്യാനുണ്ട്.
അപ്പോൾ ഞാൻ അറ്റൻഡൻസിൻ്റെ പേജ് മാർക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വരാം. അപ്പം ആഡ് മോർ ഡോക്യുമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് നമുക്ക് ചെയ്യാനുള്ള സാധനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ചൂസ് ഫയൽ കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് നമ്മളുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നതും. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടും ഞാൻ അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് സപ്പോർട്ടിങ് URL ഇവിടെ കൊടുക്കാനില്ല, അത് മാൻഡേറ്ററി ഫീൽഡ് അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഫ്രീ ആയിട്ട് വിടാം. അതിനുശേഷം ടാസ്ക് കംപ്ലീറ്റഡ് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചെയ്ത് വെച്ചിരിക്കുന്ന ടാസ്കും അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ടും സബ്മിറ്റ് ആയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് നമ്മൾ ചെയ്ത ടാസ്കിന് അപ്രോക്സിമേറ്റ്ലി കിട്ടാൻ പോകുന്ന എമൗണ്ട് 50 TB ആണ്. അതായത് നമുക്ക് സെലക്ട് ആവുന്ന പോസ്റ്റേഴ്സിനായിരിക്കും ഈ ടാസ്ക് ഈ ഒരു എമൗണ്ട് അസൈൻ ചെയ്ത് വരുന്നത്. അപ്പം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് എത്ര രൂപയാണ് അസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 50 TB ആണ്. അപ്പം നമ്മളിത് അപ്രൂവ് ആവുകയാണെങ്കിൽ, നമ്മൾ ചെയ്ത പോസ്റ്റർ അപ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് 50 TBയും, ഇതല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റഡ് മെസ്സേജും കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോസ്റ്റർ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അറ്റൻഡൻസിൻ്റെ പേജും മറക്കാതെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.